നമസ്കാരം. ക്രിക്കറ്റിലെ കുഞ്ഞന്മാരായ കനേഡിയൻ ടീമിലെ കൗമാരക്കാരന്റെ വെടിക്കെട്ടാണ് നമ്മൾ കണ്ടത്. ന്യൂസിലൻഡിനെതിരെ തകർത്തടിച്ച 19 വയസ്സുകാരൻ യുവരാജ് സാംറയുടെ ഉജ്ജ്വല പ്രകടനമാണ് ഇന്ന് ഉണ്ടായത്. വെടിക്കെട്ട് സെഞ്ചുറിയുടെ ലോകകപ്പിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് കൂടിയാണ് യുവരാജ് സ്വന്തമാക്കിയത്. ലോക ചാപ്റ്റർ 2026 തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. T20 ലോകകപ്പിൽ ന്യൂസിലൻഡും സൂപ്പർ 8-ൽ കാനഡയെ 8 വിക്കറ്റിന് തോൽപ്പിച്ചാണ് മുന്നേറ്റം. അർദ്ധ സെഞ്ചുറി നേടിയ രച്ചിൻ രവീന്ദ്ര, ഗ്ലെൻ ഫിലിപ്സ് എന്നിവരാണ് ടീമിന് ജയമൊരുക്കിയത്. റെക്കോർഡ് സെഞ്ചുറിയുമായി കനേഡിയൻ താരം യുവരാജ് സാംറ തിളങ്ങിയെങ്കിലും ടീം പരാജയപ്പെട്ടത് നിരാശയായി. ജ്യോതിഷ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ജ്യോതിഷ, എന്തായാലും ന്യൂസിലൻഡ് ഒരു വലിയ വിജയം അർഹിച്ച തരത്തിൽ തന്നെയായിരുന്നു തുടങ്ങിയത്. പക്ഷേ ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായത് യുവരാജ് സാംറയുടെ വെടിക്കെട്ട് കൂടിയാണ്. എന്തായാലും ഇന്ന് കാനഡ ന്യൂസിലൻഡ് മത്സരം അല്പസമയം മുൻപാണ് പൂർത്തിയായത്. ന്യൂസിലൻഡ് 8 വിക്കറ്റിനാണ് കാനഡയെ തോൽപ്പിച്ചത്. വലിയ ഒരു തരത്തിൽ ഒരു ശ്രദ്ധേയമായ മത്സരം എന്ന് തന്നെ പറയാം. കാരണം തുടക്കത്തിൽ യുവരാജ് സാംറയുടെ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് ഇന്ന് ഉണ്ടായത്. അതുതന്നെയാണ് ഈ മത്സരത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ജ്യോതിഷ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ജ്യോതിഷ, എന്തായാലും ഇന്ന് ഒരു മികച്ച പ്രകടനം നടത്തി തന്നെ കാനഡ ഇതുവരെ ഈ ടൂർണമെന്റിൽ ജയിച്ചിട്ടില്ല. പക്ഷേ ഒരു മികച്ച പോരാട്ടം നടത്താനായി. അത് ഞാൻ രുചീഷ്, അസോസിയേറ്റ് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു മികച്ച പോരാട്ടം ഈ ലോകകപ്പിൽ തുടർന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ റെക്കോർഡ് സെഞ്ചുറിയുമായിട്ടുള്ള ഒരു 19-കാരനാണ് ന്യൂസിലാൻഡിൻ്റെ പേര് കേട്ടുള്ള ഒരു ബൗളിംഗ് നിരയെ അതുല്യ പ്രകടനമാണ്. അതായത് ഒരു 19-കാരൻ ന്യൂസിലാൻഡ് പ്രതിഭകൾക്കെതിരെ അതുല്യമായൊരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഒരുപക്ഷെ ന്യൂസിലാൻഡ് 8 വിക്കറ്റിന് ജയിച്ചു എന്ന് പറയുമ്പോൾ പോലും ഏകപക്ഷീയമായ ഒരു മത്സരമായിരുന്നില്ല ഇന്ന് ഉണ്ടായിരുന്നത് എന്നതാണ് സത്യം. ഈ രണ്ട് ടീമുകൾക്കും ജീവൻ വന്ന പോരാട്ടമായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ച കാനഡയ്ക്ക് കരുത്തായത് ഓപ്പണായിട്ടുള്ള യുവരാജ് സാംറ എന്ന ഒരു 19-കാരനായിരുന്നു. അല്ലെങ്കിൽ 19-കാരൻ്റെ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് ആയിരുന്നു. 65 പന്തിൽ 110 റൺസ് എടുത്താണ് യുവരാജ് 110 റൺസ് എടുത്ത യുവരാജിൻ്റെ പ്രകടനമാണ് ഒരുപക്ഷെ കാനഡയ്ക്ക് ഒരു മികച്ച സ്കോർ സമ്മാനിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ക്യാപ്റ്റനായിട്ടുള്ള ദിൽപ്രീത് ബജ്ജു ആവട്ടെ 36 റൺസ് എടുത്ത ടീമിന് ഒരു മികച്ച പിന്തുണയാണ് നൽകിയത്. അതുപോലെ 19-കാരനായിട്ടുള്ള യുവരാജ് 2020 ലോകകപ്പിൽ ഒരു സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് കൂടെ സ്വന്തമാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ അസോസിയേറ്റ് രാജ്യങ്ങളിൽ നിന്ന് ആദ്യമായിട്ടായിരിക്കും ഒരു താരം ലോകകപ്പിൽ സെഞ്ചുറി നേടുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. മറുപടി ബാറ്റിംഗിൽ വെടിക്കെട്ടോടെയാണ് ന്യൂസിലാൻഡ് തുടങ്ങിയതെങ്കിൽ പോലും ഓപ്പണർമാരെ ന്യൂസിലാൻഡിന് അതിവേഗം നഷ്ടമാവുകയായിരുന്നു. എന്നാൽ ഒരു 3-ാം വിക്കറ്റിൽ എത്തുമ്പോൾ ഗ്ലെൻ ഫിലിപ്പും രച്ചിൻ രവീന്ദ്രയും കൂടെ എന്നുള്ള കൂട്ടുകെട്ടിൽ ടീമിനെ അനായാസം ജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. തുടരെ വിക്കറ്റുകൾ വീണ് പതറിപ്പോയ ന്യൂസിലാൻഡിന് ഫിലിപ്സിന്റെ വെടിക്കെട്ട് പ്രകടനം തന്നെയാണ് വലിയ ഒരു കരുത്തായത്. 36 പന്തിൽ 76 റൺസായിരുന്നു ഗ്ലെൻ ഫിലിപ്പ് നേടിയത്. അതേപോലെ തന്നെ രച്ചിൻ രവീന്ദ്ര ആവട്ടെ 39 പന്തിൽ 59 റൺസ് എടുത്തു. അപ്പോൾ ഗ്ലെൻ ഫിലിപ്സ് തന്നെയായിരുന്നു കളിയിലെ താരം. അപ്പോൾ ഈ ഒരു ജയത്തോടെ ദക്ഷിണാഫ്രിക്കയ്ക്ക് പുറകിലായിട്ട് 2-ാം സ്ഥാനത്തോടെ ന്യൂസിലാൻഡ് സൂപ്പർ 8 ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ജയിക്കാനായില്ലെങ്കിൽ പോലും ന്യൂസിലാൻഡിനെതിരെ ഒരു മികച്ച പ്രകടനമാണ് കാനഡ കാഴ്ചവെച്ചത് വളരെ ശ്രദ്ധേയമാണ് രുചീഷ്. ശരി ജ്യോതിഷ, എന്തായാലും അത് തന്നെയാണ് ആ മത്സരത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത്. ഈ യുവരാജിന്റെ ഈ തകർപ്പൻ പ്രകടനമാണ്. എന്തായാലും ന്യൂസിലൻഡും സൂപ്പർ 8 ഉറപ്പിച്ചിരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത മത്സരത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോയാൽ ലോക ക്രിക്കറ്റിനെ പതിറ്റാണ്ടുകളോളം അമ്മാനമാടിയ ഓസ്ട്രേലിയ നാണക്കേടിന്റെ വക്കിലാണ്. തുടർച്ചയായ 2-ാം തോൽവിയോടെ സൂപ്പർ 8 കാണാതെ പുറത്താകുമെന്ന ഭീതിയിലാണ് മൈറ്റി ഓസീസ്. കുഞ്ഞൻ ടീമുകളുടെ മത്സരബലം ആശ്രയിച്ചാകും ഓസ്ട്രേലിയയുടെ ഭാവി. സിംബാബ്വേയോട് അയർലൻഡ് ജയിക്കാൻ പ്രാർത്ഥിക്കുകയാണ് ഓസീസ് ആരാധകർ.
സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം. എന്തായാലും ഇന്ന് 2020 ലോകകപ്പിലെ നിർണായക മത്സരത്തിൽ സിംബാബ്വെ അയർലൻഡിനെ നേരിടാൻ ഒരുങ്ങുകയാണ്. എന്തായാലും ഈ മത്സരത്തിന് മഴ ഭീഷണി എന്നതാണ് ഏറ്റവും ഒടുവിലെ വാർത്ത. മത്സരത്തിന് ഇതുവരെ ടോസ് ഇടാനായിട്ടില്ല. മത്സരം ഉപേക്ഷിച്ചാൽ ഓസ്ട്രേലിയ ലോകകപ്പ് കാണാതെ പുറത്താകും. ഖിലാഫ് അഹമ്മദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ലോകകപ്പ് ഡെസ്കിൽ നിന്ന്. ഖിലാഫ്, എന്തായാലും മത്സരത്തിൽ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? മഴ മാറി നിൽക്കുമോ? ഒരു 5 ഓവർ മത്സരമെങ്കിലും നടത്താൻ സാധിക്കുമോ? രുചീഷ്, ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ക്രിക്കറ്റ് ആരാധകർ എല്ലാവരും. നമുക്കറിയാവുന്നത് പോലെ തന്നെ നിലവിൽ ഒരു ടോസ് പോലും ഇടാനുള്ള അവസരം ഈ ഒരു മത്സരത്തിന് മുന്നോടിയായി നടന്നിട്ടില്ല. നമുക്കറിയാവുന്നത് പോലെ തന്നെ ആരാധകർ ഏറെ ഉറ്റുനോക്കുന്ന ഒരു മത്സരമാണ് സിംബാബ്വേയും അതേപോലെ തന്നെ അയർലൻഡും തമ്മിലുള്ള മത്സരങ്ങൾ. താരങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും അവർക്ക് പ്രാക്ടീസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് മുൻപ് ടോസ് ഇടാനോ ഒന്നും തന്നെ സാധിച്ചിട്ടില്ല. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതുവരെ ബോളിംഗ് അതായത് ഓവർ ചുരുക്കുന്ന നടപടിയിലേക്ക് പോയിട്ടില്ല. എന്നാൽ ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് 6:15 മഴ പൂർണ്ണതോതിൽ ഒഴിവായില്ലെങ്കിൽ 5 ഓവർ മത്സരമായിരിക്കും നടക്കുക. 5 ഓവറിലെ മത്സരത്തിന്റെ ഫലമായിരിക്കും ഓസീസിന്റെ സാധ്യതകൾ നിലനിർത്തുക. അതായത് നമുക്കറിയാവുന്നത് പോലെ തന്നെ ഇന്നത്തെ മഴ ഇന്ന് വില്ലനായാൽ അല്ലെങ്കിൽ ഈ ഒരു മത്സരം നടക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ ഒരു മത്സരത്തിൽ സിംബാബ്വേക്ക് 5 പോയിന്റ് ആകും. 1 പോയിന്റ് ലഭിച്ചുകൊണ്ട് 5 പോയിന്റ് ആകും. ആ ഒരു 5 പോയിന്റിന്റെ കരുത്തിലോടുകൂടി സൂപ്പർ 8ലേക്ക് മുന്നേറും. അതേസമയം ഓസീസിനാണെങ്കിൽ അടുത്ത മത്സരം വിജയിച്ചാൽ പോലും തന്നെ 4 പോയിന്റ് ആകുക. അതുകൊണ്ട് തന്നെ ഇന്ന് ഓസീസ് പുറത്താവുകയും ചെയ്യും. എന്തായാലും ഇന്നത്തെ ഈ ഒരു മത്സരത്തിൽ ഏറ്റവും അയർലൻഡിന്റെ ആരാധകർ കൂടാതെ ഓസീസിന്റെ ആരാധകർ കൂടി ഈ ഒരു മത്സരത്തിൽ അയർലൻഡ് ജയിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. നമുക്കറിയാവുന്നത് പോലെ തന്നെ 2022 ശേഷം, അതായത് ഒരു വേൾഡ് കപ്പ് ജയിച്ചതിന് ശേഷം ക്യാപ്റ്റന്റെ കാൽ വെച്ചിട്ടുള്ള ഒരു സന്തോഷ പ്രകടനം ഉണ്ടായിരുന്നു ഓസീസിന്റെ ഭാഗത്തിന്. അതിനുശേഷം ഒരു ലോകവേദികളിലും ഓസ്ട്രേലിയക്ക് ജയിക്കാനായിട്ടില്ല എന്നൊരു വസ്തുതയും കൂടി ഈ ഒരു ലോകവേദിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഒന്ന് ചൂണ്ടിക്കാണിക്കേണ്ടത് തന്നെയാണ്. എന്തായാലും ഈ പതിറ്റാണ്ടുകളോളം ക്രിക്കറ്റ് ലോകത്തെ ഭരിച്ചുകൊണ്ടായിരുന്ന ഓസ്ട്രേലിയ ഈ ഒരു മത്സരത്തിൽ കൂടി പുറത്തായാൽ അവരുടെ ഒരു നിരാശാജനകമായ ഒരു പ്രകടനമായിരിക്കും ഈ ലോകവേദികളിൽ കാണാൻ പോകുന്നത്. ശരി ഖിലാഫ്, എന്തായാലും സിംബാബ്വേയോടക്കം തോറ്റുകൊണ്ടാണ് ഈ നിരാശാജനകമായ ഒരു സാഹചര്യത്തിലേക്ക് ഓസ്ട്രേലിയ എത്തിയത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. സിംബാബ്വെ എന്തായാലും സൂപ്പർ 8ലേക്ക് കടക്കാൻ സിംബാബ്വേക്ക് ഇന്ന് മഴ കാരണം ഈ മത്സരം ഉപേക്ഷിച്ചാൽ പോലും സാധിക്കുമെന്നതാണ് നിലവിലെ സാഹചര്യം. എന്തായാലും 5 ഓവർ മത്സരത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാം. ആ തരത്തിലേക്കുള്ള ഒരു അപ്ഡേറ്റ് ഉടൻ തന്നെ ഉണ്ടാകും എന്ന് കരുതുകയാണ്. മറ്റു ചില റിപ്പോർട്ടുകൾ കൂടി പരിശോധിച്ചാൽ 2020 ലോകകപ്പിൽ ഇംഗ്ലണ്ടിന്റെ നെടുന്തൂണായി മാറിയിരിക്കുകയാണ് ഓൾറൗണ്ടർ സാം കറൻ. ബാറ്റിംഗിലും ബൗളിംഗിലും ഒരുപോലെ തിളങ്ങുന്ന താരം നിർണായക ഘട്ടങ്ങളിൽ ടീമിനെ വിജയത്തിലേക്ക് നയിക്കുന്നതിൽ പ്രധാന പങ്കാണ് വഹിക്കുന്നത്. 2020 ലോകകപ്പിൽ ഇംഗ്ലണ്ടിന്റെ വജ്രായുധമാരെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ: സാം കറൻ. ഓരോ മത്സരത്തിലും നിർണായക ഘട്ടങ്ങളിൽ ടീമിനെ തോളിലേറ്റുന്ന സാം അവിശ്വസനീയമായ പ്രകടനമാണ് പുറത്തെടുക്കുന്നത്. നേപ്പാളിനെതിരെയുള്ള ആവേശ പോരാട്ടം ആരും മറക്കില്ല. അവസാന ഓവറിൽ ജയിക്കാൻ വെറും 10 റൺസ് മാത്രം മതിയാകുമായിരുന്ന നേപ്പാളിനെ അവസാന ഓവറിൽ വരിഞ്ഞു മുറുക്കി സാം കറൻ. 20ാം ഓവറിൽ വെറും 5 റൺസ് മാത്രമാണ് താരം വിട്ടു നൽകിയത്. നേപ്പാൾ ചരിത്രം കുറിക്കുമെന്ന് കരുതിയ നിമിഷത്തിലാണ് കണ്ണഞ്ചിപ്പിക്കുന്ന യോർക്കറുകളും കൃത്യതയാർന്ന പന്തുകളും എറിഞ്ഞ് 10 റൺസ് പ്രതിരോധിച്ച് ഇംഗ്ലണ്ടിനെ മരണവക്കിൽ നിന്നും സാം കരകയറ്റിയത്. വെസ്റ്റ് ഇൻഡീസിനെതിരെ ടീം തകർന്നടിഞ്ഞപ്പോൾ സാം കറന്റെ ഒറ്റയാൾ പോരാട്ടം. വിൻഡീസ് ബൗളർമാർക്കെതിരെ 30 പന്തിൽ 43 റൺസുമായി പുറത്താകാതെ നിന്ന സാം പോരാടി മത്സരത്തിൽ ഒരു വിക്കറ്റും നേടി. സ്കോട്ട്ലൻഡിനെതിരെയും 20 പന്തിൽ 28 റൺസും ഒരു വിക്കറ്റുമായി താരം തിളങ്ങി. ഏറ്റവും ഒടുവിൽ വെറും 3 ഓവറിൽ 22 റൺസ് മാത്രം വഴങ്ങി 3 ഇറ്റാലിയൻ വിക്കറ്റുകൾ പിഴുതപ്പോൾ ഇംഗ്ലണ്ടിന്റെ സൂപ്പർ 8 പ്രവേശവും ഉറപ്പാക്കി. 19 പന്തിൽ 25 റൺസ് നേടി ബാറ്റിംഗിലും താരം ഭേദപ്പെട്ട പ്രകടനമാണ് പുറത്തെടുത്തത്. നീണ്ടകാലമായി നിറമങ്ങിയിരുന്ന താരം ഫോമിലേക്ക് തിരിച്ചെത്തിയ ആവേശത്തിലാണ് ആരാധകർ. സൂപ്പർ 8ൽ ഇംഗ്ലണ്ടിന്റെ പ്രതീക്ഷ ഇടംകയ്യൻ ഓൾറൗണ്ടറിൽ തന്നെയാണ്. സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം. ഇനി ചില ക്രിക്കറ്റ് വാർത്തകൾ വേഗത്തിലും ചുരുക്കത്തിൽ. മുൻ പാകിസ്ഥാൻ നായകനും പ്രധാനമന്ത്രിയുമായിരുന്ന ഇമ്രാൻഖാന് ജയിലിൽ നീതിപൂർവമായ പരിഗണന നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഇതിഹാസ താരങ്ങൾ സുനിൽ ഗാവസ്കർ, കപിൽ ദേവ്, അലൻ ബോർഡർ, ക്ലൈവ് ലോയിഡ്, സ്റ്റീവ് വോ അടക്കം 14 താരങ്ങളാണ് പാക് സർക്കാരിനോട് അഭ്യർത്ഥനയുമായി രംഗത്തെത്തിയത്. മതിയായ വൈദ്യസഹായം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും മാനുഷിക പരിഗണന നൽകണമെന്നുമാണ് സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചത്. 1992 കിരീട നേട്ടമടക്കം പരാമർശിച്ചാണ് പ്രസ്താവന.
പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷൻ മോസിൻ നഖ്വിക്കെതിരായ രൂക്ഷ വിമർശനത്തിൽ യു ടേൺ അടിച്ച് ഷോയബ് അക്തർ. നഖ്വിയെ ഉദ്ദേശിച്ചായിരുന്നില്ല തന്റെ വാക്കുകളെന്നാണ് അക്തർ പാക് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. വിവരമില്ലാത്തവനെന്ന് വിശേഷിപ്പിച്ചത് ICCയുടെ തലപ്പത്ത് ഇരിക്കുന്നവരെയാണെന്നും അക്തർ വിശദീകരിച്ചു. നഖ്വി പാക് ക്രിക്കറ്റിനെ കൃത്യമായ രീതിയിലാണ് കൊണ്ടുപോകുന്നതെന്നും അക്തർ കൂട്ടിച്ചേർത്തു. പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി കൂടിയായ മോസിൻ നഖ്വിക്കെതിരെ ഇന്ത്യക്കെതിരായ തോൽവിക്ക് പിന്നാലെയാണ് രൂക്ഷ വിമർശനവുമായി അക്തർ രംഗത്തെത്തിയിരുന്നത്. ലോകകപ്പിൽ തുടർച്ചയായ 2 മത്സരങ്ങളിൽ ഡക്കായ അഭിഷേക് ശർമ്മയ്ക്ക് ഉപദേശവുമായി മുൻ നായകൻ സുനിൽ ഗാവസ്കർ. ആദ്യ പന്ത് മുതൽ തകർത്തടിക്കുന്ന ശൈലിക്ക് പകരം തുടക്കത്തിൽ ഒരു സിംഗിൾ എടുത്തുകൊണ്ട് ഇന്നിംഗ്സ് പടുത്തുയർത്താൻ അഭിഷേക് ശ്രദ്ധിക്കണമെന്ന് ഗവാസ്കറിന്റെ ഉപദേശം. അമേരിക്കയ്ക്കും പാകിസ്ഥാനുമെതിരായ മത്സരങ്ങളിലാണ് അഭിഷേക് റണ്ണൊന്നും എടുക്കാതെ പുറത്തായത്. ലോകകപ്പിലെ ആദ്യ 2 മത്സരങ്ങളിലും 0-ന് പുറത്താകുന്ന ആദ്യ ഇന്ത്യൻ ഓപ്പണർ എന്ന നാണക്കേടിന്റെ റെക്കോർഡും അഭിഷേകിന്റെ പേരിലാണ്. വിരാട് കോഹ്ലിയുമായി ബാബർ അസമിനെ താരതമ്യം ചെയ്യുന്നത് നിർത്തണമെന്ന് മുൻ ഇന്ത്യൻ താരം ഇർഫാൻ പത്താൻ. സമ്മർദ്ദഘട്ടങ്ങളിൽ ടീമിനെ ജയിപ്പിക്കുന്നത് ശീലമാക്കിയിട്ടുള്ള കോഹ്ലിയുമായി താരതമ്യം ചെയ്യാൻ ബാബർ അർഹനല്ലെന്നാണ് ഇർഫാന്റെ നിലപാട്. തുടർച്ചയായ വിക്കറ്റുകൾ വീഴുമ്പോൾ ഡബിളും സിംഗിളും എടുത്ത് ഇന്നിംഗ്സ് പടുത്തുയർത്തുകയാണ് വേണ്ടതെന്നും മുൻ ഇന്ത്യൻ താരം പറഞ്ഞു. ഇന്ത്യക്കെതിരായ മത്സരത്തിലെ ബാബറിന്റെ മോശം പ്രകടനത്തിന് പിന്നാലെയാണ് ഇർഫാന്റെ പ്രതികരണം. ലോകകപ്പിലെ പ്രാരംഭ ടീമിൽ സ്റ്റീവ് സ്മിത്തിനെ ഉൾപ്പെടുത്താത്തതിൽ ഓസ്ട്രേലിയൻ സെലക്ടർമാരെ വിമർശിച്ച് ഇതിഹാസ താരം മാർക്ക് വോ. സീനിയർ ബാറ്റ്സ്മാനോടുള്ള അപമാനമായിരുന്നു സംഭവമെന്ന് വോയുടെ വിമർശനം. എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ കഴിയില്ലെന്ന് അറിയാം, പക്ഷേ സ്മിത്തിനെ ടീമിൽ ഉൾപ്പെടുത്താത്ത തീരുമാനം അമ്പരപ്പിച്ചുവെന്നും വോ പറഞ്ഞു. ജോഷ് ഹേസൽവുഡിന് പകരക്കാരനായി ടീമിൽ ഉൾപ്പെടുത്തിയിട്ടും ശ്രീലങ്കയ്ക്കെതിരെ സ്മിത്തിനെ കളിപ്പിക്കാത്തതിലും മാർക്ക് വോ നിരാശ പങ്കുവച്ചു. T20 ലോകകപ്പിൽ സൂപ്പർ 8-ന് മുൻപായുള്ള അവസാന മത്സരത്തിൽ സഞ്ജു സാംസൺ കളിച്ചേക്കും. പ്രധാന താരങ്ങൾക്ക് വിശ്രമം നൽകി പകരക്കാരെ പരീക്ഷിക്കാനാണ് സാധ്യത. നെതർലൻഡ്സിനെതിരെ നാളെയാണ് ഗ്രൂപ്പിലെ ഇന്ത്യയുടെ അവസാനത്തെ മത്സരം. ലോകകപ്പിൽ കാര്യമായ അവസരം കിട്ടാത്ത താരങ്ങളെ നെതർലൻഡ്സിനെതിരെ കളത്തിൽ ഇറക്കും എന്നാണ് റിപ്പോർട്ട്. ക്രിക്കറ്റിൽ പ്രചോദിപ്പിച്ച താരം വിരാട് കോഹ്ലി എന്ന് ശ്രീലങ്കയുടെ സൂപ്പർ താരം പദം നിസംഗ. ക്രിക്കറ്റിൽ വിരാട് കോഹ്ലിയുടെ ശൈലി പിന്തുടരാൻ ശ്രമിക്കാറുണ്ടെന്നും നിസംഗ പറഞ്ഞു. ഓസ്ട്രേലിയക്കെതിരായ സെഞ്ചുറി നേട്ടത്തിന് പിന്നാലെയാണ് താരം മനസ്സ് തുറന്നത്. ഇന്ത്യൻ ടീമിലെ തുടർച്ചയായ അവഗണനയ്ക്കിടയിലും ആഭ്യന്തര ക്രിക്കറ്റിൽ മിന്നും ഫോം തുടർന്ന് മുഹമ്മദ് ഷമി. രഞ്ജി ട്രോഫി സെമിയിൽ ജമ്മു കശ്മീരിനെതിരെ 8 വിക്കറ്റാണ് ഷമി എറിഞ്ഞിട്ടത്. ഷമിയുടെ ബൌളിംഗ് കരുത്തിൽ ജമ്മുവിനെതിരെ ബംഗാൾ നിർണായകമായ 1-ാം ഇന്നിംഗ്സ് ലീഡ് നേടുകയും ചെയ്തു. 2023 ഏകദിന ലോകകപ്പിന് ശേഷം പരിക്കിനെ തുടർന്ന് ദീർഘകാലം ടീമിന് പുറത്തായിരുന്ന ഷമിക്ക് അടുത്തിടെ പുറത്തിറക്കിയ BCCI വാർഷിക കരാറിലും ഇടം ലഭിച്ചിരുന്നില്ല. ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറിന് സ്വപ്നതുല്യ ഓഫർ നൽകി ടീമിലെത്തിക്കാൻ രാജസ്ഥാൻ റോയൽസ്. ഫ്രാഞ്ചൈസിയിൽ പങ്കാളിത്തത്തിനൊപ്പം മെന്റർ CEO പദവികളും വാഗ്ദാനം ചെയ്തെന്നാണ് റിപ്പോർട്ട്. ഗംഭീറുമായി ഇന്ത്യൻ ടീമിന് 2027 ലോകകപ്പ് വരെയാണ് കരാർ ഉള്ളത്. ഖിലാഫ് അഹമ്മദ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഖിലാഫ്, ക്യാപ്റ്റനായും മെന്ററായും കിരീടം നേടിയ താരമാണ് ഗൗതം ഗംഭീർ. ആ അർത്ഥത്തിൽ കൂടി ഒരുപാട് വലിയ പ്രതീക്ഷയോടെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ നീക്കം. തീർച്ചയായും രുചിഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ക്യാപ്റ്റനായും അതേപോലെ തന്നെ മെന്ററായും കിരീടം നേടിയിട്ടുള്ള ഗൗതം ഗംഭീറിനെ ഈ ഒരു അതായത് മെന്ററായും അതേപോലെ തന്നെ CEOയും അതേപോലെ തന്നെ ഈ ഒരു ടീമിൻ്റെ എല്ലാ ഘടനയിലും ഉൾപ്പെടുത്തുന്ന രീതിയിലാണ് രാജസ്ഥാൻ റോയൽസ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഓഫർ. ഇതിൽ എടുത്തു പറയേണ്ടത് രാജസ്ഥാൻ റോയൽസിൻ്റെ പുതിയ ഓഹരി ഉടമകളായിട്ടുള്ള 3 താരങ്ങളിൽ ഒരാളാണ് ഈ ഒരു ഗൗതം ഗംഭീറിനെ ഓഫറായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. പാർട്ട്ണർഷിപ്പ് അതേപോലെ തന്നെ CEO പദവി കൂടാതെ 2 മുതൽ 3 വരെയുള്ള ഓഹരി ശതമാനവും ഗംഭീറിന് നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് കൂടാതെ 2027 വരെയാണ് താരത്തിന് നിലവിൽ ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്ത് തുടരാൻ ഉള്ള കരാറുള്ളത്. എന്നാൽ ഇതിന് മുൻപ്, അതായത് 2027 മുമ്പ് മറ്റൊരു ടീമിൻ്റെ പരിശീലക സ്ഥാനമോ ഇല്ലെങ്കിൽ മറ്റു പദവികളോ വഹിക്കാൻ ലോധ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയുടെ വിലക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാധ്യത ഇല്ലെങ്കിൽ ഈ ഒരു പരിശീലക സ്ഥാനം എന്തായാലും രാജസ്ഥാൻ റോയൽസ് വലിയൊരു നീക്കമാണ് നടക്കുന്നത്. ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീറിനെ ടീമിലെത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. എന്തായാലും ഇന്ന് ലോക ചാപ്റ്റർ 2026 ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്.